അല്ലേ? അതെങ്ങനെയാണ് നമ്മുടെ ഈ കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് അടുത്ത ഏത് ശരീരത്തെ സ്വീകരിക്കണം എന്ന്. അവിടെ അതിനോട് അത്രയും നമുക്ക് ഡീപ്പായിട്ട് പോകാനോ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുവാനോ ഞാനാവല്ല. ഇത് നമ്മുടെ ഭഗവത്ഗീത ഇതെല്ലാം പഠിച്ച് അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ആത്മാവിനെ അറിയുവാൻ ഭഗവത്ഗീതയിലൂടെ തന്നെ നമുക്ക് 4 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലേ? ഈ 4 വഴികളായിട്ട് ഇപ്പൊ നമ്മളൊരു വീടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഇപ്പം നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ സിറ്റ് ഔട്ട് കഴിഞ്ഞ് മെയിൻ ഒരു ഡോറായിരിക്കും, ഇല്ലേ? ഈ ഡോറിന് അകത്ത് ചെന്നാൽ അകത്ത് 4 മുറി ഉണ്ടാൽ 4 മുറിക്ക് 4 വാതിൽ, അല്ലേ? അപ്പൊ 4 ഇപ്പൊ അങ്ങനല്ലേ, സന്ധ്യ ആവുമ്പോൾ 4 പേര് 4 മുറി മൊബൈൽ പിടിച്ചില്ല, TV പിടിച്ച് അവിടെ ഇരിക്കും, ഇവിടെ വെക്കുന്ന വിളക്ക് അവിടെ ഇരിക്കും, അങ്ങനല്ലേ? അപ്പോൾ ആ 4 വഴിയിൽ നിന്നും വന്ന് എല്ലാവരും കൂടെ ആ വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ എന്ത് ചൈതന്യം ഉണ്ടാകും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്ധ്യ സമയത്ത് സീരിയൽ കാണാതെ ആ സമയം 4 മുറി ഇരിക്കുന്ന 4 പേരെ വീട്ടിലുള്ള സകുടുംബം വന്നിരുന്നു സന്ധ്യക്ക് നാമജപം നടത്തി നോക്കി ആ വീട്ടിലുണ്ടാകുന്ന ഐശ്വര്യം, ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധി മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു നമുക്ക് 4 യോഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? ഒന്ന് കർമ്മയോഗം. ഭഗവത്ഗീതയിലെ കർമ്മയോഗം ചെയ്യാം, നമ്മുടെ ആത്മാവിനെ അറിയുവാൻ കർമ്മയോഗം, മോക്ഷപ്രാപ്തിക്കായിട്ട് രാജയോഗം ചെയ്യാം, ക്രിയായോഗം ചെയ്യാം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഇങ്ങനെ ഓരോരോ യോഗങ്ങളിൽ കൂടിയാണ് നമ്മളെ ഇതൊക്കെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ കർമ്മയോഗം എന്താണ്? നമ്മൾ മനുഷ്യനുൾപ്പെടെ ഉള്ള പ്രാണിവർഗങ്ങൾ നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നമ്മൾ രാവിലെ ഉണരുമ്പോൾ തൊട്ട് ഉറങ്ങുമ്പോൾ വരെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമല്ലേ? ഓരോരോ കർമ്മങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉണരുമ്പോൾ തൊട്ട് ഉറങ്ങുമ്പോൾ വരെ നമ്മൾ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തു എന്നിട്ട് അവസാനം ഒത്തിരി മോഹങ്ങളും എല്ലാം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെക്കും. നിരവധി ബന്ധങ്ങൾ ഉണ്ടാക്കും, നിരവധി ബന്ധനങ്ങൾ ഉണ്ടാക്കും. അവസാനം പ്രായമെല്ലാമായി അവസാനമാകുമ്പോൾ ഇതിൽ കൂടുതൽ ഒരു മോഹങ്ങളും സാധിക്കാതെ ഒത്തിരിയും പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ഈ ലോകം വിട്ടു പോകുന്നവരാണ് 90%, അല്ലേ? നമുക്ക് ഏറ്റവും സന്തുഷ്ടിയോടുകൂടി ഒരു മോക്ഷപ്രാപ്തി നേടാൻ, അല്ലേ? അതിനുവേണ്ടി ഈ കർമ്മം, അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു കർമ്മയോഗത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കർമ്മം ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ആ കർമ്മയോഗത്തിലൂടെ നമുക്ക് ഭഗവാനിലോട്ട് എത്തിച്ചേരാം. അത് കഴിഞ്ഞാൽ രണ്ടാമത് എന്താണ്? രാജയോഗം. ഇപ്പോഴെല്ലാം നമ്മളെല്ലാം ഈ ഫിസിക്കൽ എക്സർസൈസ് ഒക്കെ കൂടുതൽ ചെയ്യുന്ന യോഗ മാർഗങ്ങളിലൂടെ, അല്ലേ? യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തവൃത്തി നിരോധം. ചിത്തത്തിലെ മനസ്സിന്റെ ചിന്തകൾ അതിനെയും അടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? യോഗ എന്ന് പറയുന്നത്. ഈ യോഗാശാസ്ത്രമാരാണ് പതഞ്ജലി മഹർഷി. പതഞ്ജലി എന്ന് പറയുന്ന ഒരു മഹർഷി ഒരു 195 സൂത്രങ്ങളിലൂടെയാണ് ഈ യോഗ എന്ന ശാസ്ത്രത്തെ നമ്മളിലോട്ട് എത്തിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഈ 195 സൂത്രം നമ്മൾ പറയത്തില്ലേ, എന്തൊരു സൂത്രമാണെന്ന് പറയത്തില്ല, സൂത്രം ഇല്ല, കണക്കിൽ പറയാൻ സൂത്രവാക്യം പറയത്തില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ്, ഒരു രീതി, അതായത് 1, 2, 3 ചെറിയ വാക്കുകളിലൂടെ അതിബൃഹത്തായ ഒരു സംവിധാനത്തെ നമ്മളിലോട്ട് എത്തിക്കുന്നതാണ് എന്ത്? യോഗ. അതാണ് രാജയോഗം. അങ്ങനെ ചിത്തവൃത്തി നിരോധത്തിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മുടെ ശ്വാസത്തിനെയും ഒരേ ഗതിയിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എവിടെ സ്ഥിതപ്രജ്ഞൻ, നമുക്ക് സ്ഥിതപ്രജ്ഞനാകാൻ സാധിക്കും എന്ന് രാജയോഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അടുത്തത് എന്ത് പറയുന്നു? ജ്ഞാനയോഗം. ജ്ഞാനയോഗത്തിന് നമുക്ക് സനാതന വിശ്വാസികൾക്ക് മറ്റുള്ളവർക്ക് ഒരേ ഒരു ഗ്രന്ഥം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രന്ഥശാല തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ, പൂർവ്വ ആചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്നത്. അറിയാമോ? ഒരു ഗ്രന്ഥശാല. പഠിച്ചാലും തീരാത്ത വിധമുള്ള ഗ്രന്ഥശാലകൾ നമുക്ക് എത്ര പേർക്ക് അറിയാം? നമ്മൾ എത്ര പേർ നോക്കുന്നുണ്ട്? നമ്മുടെ എത്ര പേരുടെ വീട്ടിൽ ഭാഗവതം വെച്ചിട്ടുണ്ട്? ദിവസവും അതൊന്ന് തുറന്നു ആരെല്ലാം പാരായണം ചെയ്യുന്നുണ്ട്? ദേവിയുടെ പൂജയ്ക്ക് എന്നും വരുന്നു. ആരെങ്കിലും ദേവി സഹസ്രനാമം എന്നും രാവിലെയും വൈകിട്ടും ജപിച്ചു നോക്ക്, മക്കളെ പഠിപ്പിച്ചു നോക്ക്, അവരുടെ ബുദ്ധിശക്തി എങ്ങനെ ഉണരുമെന്ന്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. തമിഴ്നാട്ടിലെ മക്കളെ നിങ്ങളിപ്പോ കേട്ട് കാണും. ഇപ്പോൾ റീസെന്റ് അടുത്ത ഇടയ്ക്ക് നടന്നത്
തമിഴ്നാട്ടില് പ്രജ്ഞാനന്ദ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, കൊച്ചൻ, പാവപ്പെട്ട വീട്ടിലെ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പില്, കേട്ടിട്ടില്ലേ? കണ്ടിട്ട് കാണും, ടിവിയിലും ഫേസ്ബുക്കിലും എല്ലാം കണ്ടു കാണും. പ്രജ്ഞാനന്ദ എന്ന് പറഞ്ഞ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു കറുത്ത ചെറുക്കൻ. ഈ പ്രജ്ഞാനന്ദയോട് മീഡിയകൾ, അദ്ദേഹം ഇന്ന് ഈ വേൾഡിലെ VIP ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ ആൾക്കാർ ഇങ്ങനെ വരിയായിട്ട് നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? തമിഴ്നാട്ടുകാരനാണ്, ഒരു പാവം പിടിച്ച വീട്ടിലെ ഒരു കുഞ്ഞാണ്. പക്ഷേ ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു ഭസ്മക്കുറി ഇങ്ങനെ, നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ ഭസ്മക്കുറി ഇട്ടുകൊണ്ട് നടക്കുന്നു. കുറി പൊട്ടു തൊടത്തില്ല, പിള്ളേർക്ക് പേടിയാ ഇപ്പൊ പൊട്ടു തൊടാൻ. ഞാൻ ഹിന്ദുവാണെന്ന് ആരെങ്കിലും പറയുമോ? പേടി. ആ ഒരു രീതിയിലോട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ആ കുട്ടിയോട് ചോദിക്കും, മക്കളെ ഈ ഭസ്മക്കുറി നീ എന്താ കൊടുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറയുന്നത് അറിയാം, തമിഴിലെ അമ്മുമ്മയ്ക്ക് പാട്ടി എന്നാണ്. പാട്ടി, ഇത് പാട്ടിയും എന്റെ അമ്മാവും. കുഞ്ഞുങ്ങൾക്ക് സംസ്കാരം ആരാണ് കൊടുക്കേണ്ടത്? അമ്മ, അമ്മുമ്മ. വീട്ടിലെ അമ്മയും അമ്മുമ്മയും എന്ത് സംസ്കാരം കുഞ്ഞിന് കൊടുക്കുന്നോ, കുഞ്ഞുങ്ങൾ ആരും ചീത്തയല്ല. ഈ ഭൂമിയിലോട്ട് ജനിക്കുമ്പോൾ അവരെല്ലാവരും നല്ലവർ തന്നെയാണ്, അവർക്കെല്ലാം ബുദ്ധിശക്തിയുണ്ട്. പക്ഷേ അവരെ ആ വഴിയിലോട്ട് നയിക്കേണ്ടതാരാ? പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന പുരാണ കഥകളൊക്കെ ഇന്ന് ഞങ്ങൾക്ക്, അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കാനും അവസരം ഉണ്ടായതെന്ന് തോന്നുന്നു. അപ്പോൾ ആ പ്രജ്ഞാനന്ദ എന്താ പറയുന്നത് അറിയോ? ഈ എന്റെ പാട്ടിയും അമ്മയും ഞങ്ങൾക്ക് പകർന്നു തന്ന ആ സംസ്കാരം, മക്കളെ, ഈ സനാതന ധർമ്മത്തിലെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ അടക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നിങ്ങളുടെ ബുദ്ധിയിൽ നല്ല എന്ത് പഠിക്കുമ്പോഴും ബുദ്ധിയിൽ ഉറച്ചു കിട്ടുമെന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞു പഠിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ അപ്പൊ ഈ തമിഴ്നാട്ടിലെ ആ കുഞ്ഞിന് അങ്ങനെ ആകാമെങ്കിൽ ഇനി അടുത്ത ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ 18 വയസ്സുള്ള 18ാമത്തെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം, അതും തമിഴ്നാട്ടിലെ ഗുഗേഷ് കുമാറിനാണ് കിട്ടിയത്. ശ്രദ്ധിച്ചായിരുന്നോ? ആ ഗുഗേഷ് കുമാറും ഭസ്മക്കുറി നീട്ടി നെറ്റിയിൽ തൊടും. ചെസ് കളി എന്ന് പറഞ്ഞാൽ മൈൻഡ് കൊണ്ട് കളിക്കുന്ന കളിയാ. ഈ മനസ്സിനെയും ശരീരത്തിനെയും ശ്വാസത്തിനെയും ഒരേ പോയിന്റിൽ കൊണ്ട് നിർത്തും. ആ ഭഗവാനെ നമ്മൾ ഉറച്ച്, അതാണ് നമ്മൾ ഇന്ന് നമ്മൾ പ്ലസ് മേടിക്കാൻ പോയപ്പോൾ എന്ത് മറന്നുപോയി? ആ പ്ലസിൽ നീട്ടത്തിൽ പോകുന്ന വര മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ, ഇംഗ്ലീഷ് മാത്രമേ പഠിച്ചുള്ളൂ. വെർട്ടിക്കലായിട്ടുള്ള നമ്മുടെ ഈ സംസ്കാരങ്ങൾ പഠിക്കാൻ നമ്മൾ മറന്നു. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അപ്പോൾ ഈ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതൊക്കെയാണ് ജ്ഞാനയോഗത്തിലൂടെ നമ്മൾ നമ്മുടെ വേദവേദാന്തങ്ങളൊക്കെ അതിലൂടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് നമ്മളെ ഗ്രന്ഥകാലം വെച്ചിരിക്കുക. നമ്മൾ തന്നെ എന്നും പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തനിയെ വരും. അത് ഭഗവാൻ പറഞ്ഞു തരും. അത് കഴിഞ്ഞാൽ പിന്നെ അവസാനമായിട്ട് പറഞ്ഞു തരുന്നത് എന്തോ? ഭക്തിയോഗം. അപ്പോൾ ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പറ്റിയ യോഗം ഏതാണ്? ഭക്തിയോഗം. പക്ഷേ ആ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ, ആ ഭക്തിയോഗത്തിന്റെ ആദ്യത്തെ പടി എന്താണെന്ന് അറിയുമോ? ക്ഷേത്രമാണ്. കേട്ടോ, ക്ഷേത്രമാണ് ഭക്തിയോഗത്തിന്റെ ആദ്യ പടി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞൊരു IAS കാരനാകുമെന്ന് വെച്ചു, ഈ മോൻ. അപ്പോൾ ഈ മോൻ ആദ്യം നേരെ IAS പോയി പഠിക്കൂ. ആദ്യം എവിടെ പഠിക്കും? അക്ഷരം പഠിക്കാൻ, അല്ലേ? അത് കഴിയുമ്പോ LKG പോവും, UKG പോവും. അങ്ങനെ ഓരോ ക്ലാസിന്റെയും ഡിഗ്രി അതെല്ലാം പാസ്സായി കഴിയുമ്പോൾ എങ്ങോട്ട് പോകും? അടുത്ത ലെവലിലോട്ട് പോകും. അങ്ങനെയല്ലേ? അതേപോലെ നമ്മുടെ ഭക്തി എന്ന് പറയുന്ന അതിനെ ഉണർത്താൻ അതിന്റെ ആദ്യ പടി മാത്രമാണ് ക്ഷേത്രം. നമ്മളെല്ലാം ആ നഴ്സറി ക്ലാസ്സിൽ വന്ന് അവിടെ നിന്നു, മുന്നോട്ട് പോയില്ല. കേട്ടോ? എന്താണ് ക്ഷേത്രം? എന്താ ക്ഷേത്രം അറിയുമോ? അമ്മ, എന്താ അമ്മ ക്ഷേത്രം എന്ന് പറയുന്നത്? ക്ഷയാത് ത്രായത് ഇതി ക്ഷേത്രഃ. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രഃ. ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നത് എന്തോ അതാണ്
ക്ഷേത്രം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ക്ഷയം എന്ന് പറയുന്നത്? ക്ഷയം പല രീതിയിലുണ്ട്. നമുക്ക് രോഗാവസ്ഥയിൽ വന്നാൽ നമുക്ക് ക്ഷയം എന്ന് പറയാം.